ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. സാധാരണഗതിയിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാം കുട്ടികൾ നിരന്തരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സർ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭയങ്കര എക്കണോമിക്കൽ പ്രോസ്പാരിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റുമോ എന്നത്. അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. നമ്മൾ MBBS ഒക്കെ കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുന്നൊക്കെ സമയത്ത് നമ്മൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകും. ഹൗസ് സർജൻസിയുടെ പീരീഡിൽ നമ്മളെ ഏകദേശം മെഡിക്കൽ കോളേജിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ പോസ്റ്റിംഗ് ഇടും. നമ്മളവിടെ ജോലി ചെയ്യുകയാണ്, അതേ സമയത്ത് നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ വളരെ സിക്കായിട്ട് രോഗം മൂർച്ഛിച്ച് ഇപ്പം മരിക്കുമെന്ന രീതിയിലൊക്കെ വരുന്ന പേഷ്യൻസ്, അറ്റാക്കൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഭയങ്കര ബോധമൊന്നും ഇല്ലാതെ വരുന്ന പേഷ്യൻസ് ഒരു 2 ദിവസം കഴിഞ്ഞ് വളരെ ആരോഗ്യവാന്മാരായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ മുഖത്ത് കൊണ്ടുവരുമ്പോൾ വളരെ സങ്കടത്തോടെ വരുന്നവർ തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ പോകുന്ന കാഴ്ച. അതുപോലെ പലപ്പോഴും വാർഡിൽ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന പേഷ്യൻസ് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ. എന്താ പറയുക, ലേബർ റൂമിലൊക്കെ പ്രസവത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ട്രെസ്, ഭയങ്കര വേദന കൊണ്ട് പുളയുന്ന അതേ മനുഷ്യർ പ്രസവം കഴിഞ്ഞ് ആ കുട്ടിയെ കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന അങ്ങനെ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ ഇമോഷൻസും ആ ഇമോഷൻസിൻ്റെ ഭാഗമായിട്ട് അതിലവരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മനുഷ്യരായിട്ട് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളുകൾക്ക് ഉണ്ടാവും. എസ്പെഷ്യലി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ള ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അത്തരം വലിയ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനേകം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അത്തരത്തിൽ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർത്ത് വെക്കാൻ പറ്റിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മെഡിക്കൽ കോളേജിൽ മെഡിസിൻ, സർജറി, ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഭാഗങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൗസ് സർജൻസി പീരീഡിൽ നമുക്ക് ഇവിടെയൊക്കെ പോസ്റ്റിങ്സ് ഉണ്ടാവും. അത്തരത്തിൽ എനിക്ക് മെഡിസിൻ വിഭാഗത്തിൽ പോസ്റ്റിംഗ് ഉള്ളൊരു സമയത്താണ് ഒരു ദിവസം എനിക്ക് കോൾ വരുന്നു, ICUവിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു ഓൺ കോൾ ഡ്യൂട്ടി എന്ന് പറയും. നമ്മുടെ വാർഡിലെ ഡ്യൂട്ടിക്ക് പുറമെ ICUവിലേക്ക് ഡ്യൂട്ടി എടുക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു ദിവസമാണ് ഈ ICUവിലേക്ക് വിളിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ICUവിൽ വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യൻറ്റിനെ MRI എടുക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ ICUവിൽ MRI മെഷീൻ ഉണ്ടാവില്ല, അത് മെഡിക്കൽ കോളേജിൻ്റെ മറ്റൊരു ഏരിയയിലായിരിക്കും. അപ്പോൾ വെന്റിലേറ്ററിലൊക്കെ ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് വെന്റിലേറ്ററിൽ നിന്ന് ഊരിയിട്ടാണ് അവരെ ആ കണക്ഷൻ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ MRIക്കൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ രോഗി ഭയങ്കരമായിട്ട് ബാഡാവും, ഡെത്ത് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ എപ്പോഴും കൂടെ ഒരു ഡോക്ടർ വേണം എന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും നമ്മളെ പോലത്തെ ഹൗസ് സർജൻസാണ് കൂടെ ഉണ്ടാവുക. ഏതായാലും ഞാനങ്ങനെ ICUവിലെത്തി ഞാൻ കാണുന്നത് ഒരു 15-16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ എക്സാക്റ്റ് പേര് ഞാൻ പറയുന്നില്ല. അമ്മു എന്നാണ് ആ കുട്ടിയെ അവർ വീട്ടിൽ വിളിക്കുന്ന പേര്, ഫാമിലി. അപ്പോൾ ഈ കുട്ടിയുടെ കൂടെയുള്ളത് അച്ഛനും അമ്മയും പിന്നെ ഒരു ബ്രദറുമാണ് ഈ കുട്ടിക്കുള്ളത്. അവർ തന്നെയാണ് ഈ കുട്ടിയുടെ കൂടെയുള്ളതും. അങ്ങനെ ഞങ്ങൾ ഈ കുട്ടിയെ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്ത് MRI എടുക്കാൻ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഞാൻ ഈ ഫാമിലിയോട്, ഈ ബൈസ്റ്റാൻഡേഴ്സിനോട്, കൂടെയുള്ള ആളുകളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സാധാരണഗതിയിൽ അങ്ങനെയാണ്, പലപ്പോഴും ബൈസ്റ്റാൻഡേഴ്സിനോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സാധാരണഗതിയിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഈ കുട്ടി 10th ഒക്കെ കഴിഞ്ഞ് +1 സയൻസ് പഠിക്കുകയായിരുന്നു. ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നമ്മുടെ ഊട്ടിയൊക്കെ ഉൾപ്പെടുന്ന നീലഗിരി ജില്ല, അവിടെ നിന്നുള്ള ഒരു ഫാമിലിയാണ്, ഒരു സാധാരണ ഫാമിലി. പലപ്പോഴും ആ ഭാഗത്തു നിന്നൊക്കെയുള്ള പേഷ്യൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് വരാറ്. അങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം പനി വന്നു. ആ പനി തലച്ചോറിനെ ബാധിച്ചു, നമ്മൾ എൻകെഫലൈറ്റിസ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഈ കുട്ടി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലാണ്, അൺകോൺഷ്യസ് ആയിട്ടാണ് ഈ കുട്ടി കിടക്കുന്നത്. ഇടയ്ക്കൊക്കെ അപസ്മാരം വരും, അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വെന്റിലേറ്ററിലാണ് പൂർണ്ണമായിട്ടും. 2 മാസത്തോളം കോഴിക്കോട് ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടുത്തെ വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ ഈ കുടുംബത്തിന് ആ ഒരു ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കുടുംബത്തിന് അവരുടെ ആകെയുള്ള ഒരു കൊച്ചു വീടും ചെറിയ സ്ഥലമാണുള്ളത്, അത് പൂർണ്ണമായിട്ടും വിൽക്കേണ്ടി വന്നു. കെട്ടുതാലി അടക്കം എല്ലാം വിറ്റ് കയ്യിൽ 1 രൂപയും ഇല്ലാതായപ്പോഴാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ട് തന്നെ ഞാൻ കാണുമ്പോൾ 1 മാസമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 1 മാസമായിട്ട് ഈ അച്ഛനും അമ്മയും ചേട്ടനും ഉൾപ്പെടുന്ന ഈ ഫാമിലി താമസിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിലാണ്.
കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആളുകൾക്ക് അറിയാം, മെഡിസിൻ ICU എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ എല്ലാ വാർഡുകളിലേക്കും കയറിപ്പോകുന്ന ഒരു വരാന്തയുണ്ട്, അതിൻ്റെ തുടക്ക ഭാഗത്താണ്. അപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഈ വരാന്തയിലൂടെയാണ്. ഈ വരാന്തയിൽ ഒരു പ്രൈവസിയും ഇല്ലാത്ത, ഫാന് പോലും മര്യാദയ്ക്കില്ലാത്ത ഈ വരാന്തയിലാണ് ആ കുടുംബം കഴിഞ്ഞ ഒരു മാസമായിട്ട് താമസിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് MRI എടുക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ കുട്ടിക്ക് പലപ്പോഴും അപസ്മാരം വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്ത് അപസ്മാരം കൺട്രോൾ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഈ കുട്ടിക്ക് ഓരോ തവണ അപസ്മാരം വരുമ്പോഴും, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കെയറിൽ ഈ കുട്ടിയെ ഇങ്ങനെ തലോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് ഈ അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ ഈ കുട്ടി ഓരോ തവണ അനങ്ങുമ്പോഴേക്കും അമ്മു അമ്മു എന്ന് വിളിച്ചിട്ട് എന്താ പറയുക, ഇതിനെ തല കൊടുക്കുക, തലയിലൊക്കെ പോയി തൊട്ട് കൊടുക്കുക, അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ചെയ്യുന്നത് ആ ചേട്ടനാണ്. അച്ഛനേക്കാളും അമ്മയെക്കാളും ഈ ചേട്ടനാണ് ആ കുട്ടിയോട് അത്രയും കെയർ ഉള്ളത്. ഏകദേശം എന്നെക്കാളും ഒരു വയസ്സ് ചെറിയ ആളാണെന്ന് ഓർക്കണം. അവൻ്റെ പഠനവും കഴിഞ്ഞ 3 മാസമായിട്ട് സ്റ്റോപ്പായ അവസ്ഥയിലാണ്. കാരണം അയാൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, അയാൾ ഇവിടെയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ MRI എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇവൻ ഈ കുട്ടിയുടെ, നമ്മൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻസിനും മലമൂത്ര വിസർജനമൊക്കെ നടക്കും. നമ്മൾ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെയാണ് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ മൂത്രത്തിന് നമ്മൾ ട്യൂബ് ഇടും യൂറിൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഈ അഡൽട്ട് ഡയപ്പർ എന്ന് പറയും, കുട്ടികൾക്കൊക്കെ ഡയപ്പർ ഇട്ട് കൊടുക്കുന്ന പോലെ അഡൽട്ട് ഡയപ്പർ ഉണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ആ ഡയപ്പറിനകത്ത് ആകെ വൃത്തികേടായിട്ടുണ്ട്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഈ ഡയപ്പർ ക്ലീനാക്കി കൊടുക്കുന്നത് വരെ ഈ ചേട്ടനാണ്, ഡയപ്പർ ക്ലീനാക്കിയിട്ട് മാറ്റുന്നത് വരെ ചേട്ടനാണ്. എന്നിട്ടും, അതായത് കഴിഞ്ഞ 3 മാസമായിട്ട് ഇവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഒരു റെസ്പോൺസും ഇല്ല. അവരുടെ എല്ലാ സ്വത്തും വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ജീവിതം കഴിഞ്ഞൊരു മാസമായിട്ട് ഇവിടെയാണ്. എന്നിട്ടും തിരിച്ചൊന്നും ആ കുട്ടിയിൽ നിന്ന് കിട്ടാൻ പ്രതീക്ഷകൾ വെക്കാൻ പറ്റാത്ത സമയത്തും ആ ചേട്ടൻ്റെ കണ്ണിൽ എനിക്ക് ആ കുട്ടിയോടുള്ള എന്താ പറയുക സ്നേഹവും കെയറൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയും ഇമോഷണലായിട്ട്. അത് ശരിക്കും നമ്മൾ കണ്ടാലേ നമുക്ക് അനുഭവം മനസ്സിലാവുള്ളൂ. എനിക്കിത് ഇത്രത്തോളം ഇങ്ങനെ കൊള്ളാനുള്ളൊരു കാരണം, എൻ്റെ മനസ്സിലേക്ക് തട്ടാനുള്ള കാരണം, എനിക്ക് 3 സിസ്റ്റേഴ്സ് ഉണ്ട്. ഞാനും എൻ്റെ സിസ്റ്റേഴ്സും തമ്മിലൊന്നും അത്രത്തോളം വലിയ കണക്ഷൻ ഇല്ല എന്നല്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻറ്റൻസ് ബന്ധം മനുഷ്യർ തമ്മിലുള്ളത് നമ്മൾ കണ്ടു നിൽക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ ഏറ്റവും നിരാലംബരായ മനുഷ്യരുടെ ജീവിതത്തിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത സമയത്തും മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും നിഷ്കളങ്കമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കപ്പെടുന്നതിൻ്റെ കാഴ്ചകൾ കാണുക, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, അത്തരത്തിൽ നിരാലംബരായ മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ജീവിതത്തിലെ അമൂല്യമായ, പ്രൈസ്ലെസ്സായ, നമുക്ക് കോടികൾ കൊടുത്താലും കിട്ടാത്ത അനുഭവങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് മാറി നിന്നിട്ട് എനിക്കറിയില്ല, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനെൻ്റെ ICUവിലെ ഡ്യൂട്ടി അന്നത്തെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിയുണ്ട് നമ്മുടെ വാർഡിലേക്ക് വരുന്നു. ഭയങ്കര എന്താ പറയുക, ICUവിൽ നിന്ന് കുട്ടിയെ മാറ്റി, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി, കുട്ടിയുടെ ബോധം തിരിച്ചു കിട്ടി, എന്താ പറയുക, വാർഡിലേക്ക് വന്നു. അങ്ങനെ വാർഡിൽ നിന്ന് പിന്നെ കുട്ടിയോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര ഒരു സുന്ദരിയായ കുട്ടിയാണ്, നല്ല വളരെ ചാമിങ് ആയിട്ടുള്ളൊരു ഗേളാണ്. അപ്പോൾ അപ്പോഴും എന്താ പറയുക, ഈ ചേട്ടൻ്റെ ആ കെയർ, അത് ഞാൻ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്ത് മനുഷ്യർ തമ്മിൽ എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുള്ള ഇതേ ലോകത്ത് നിഷ്കളങ്കരായ മനുഷ്യരുടെ സ്നേഹം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇടമാണ് മെഡിക്കൽ കോളേജ്. അതേപോലെ തന്നെയാണ് പലപ്പോഴും രോഗം വരുന്ന മനുഷ്യർ, നമ്മുടെ കയ്യിൽ എത്ര കോടികളുടെ സമ്പാദ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ രോഗം വന്നൊന്ന് തളർന്നു കിടന്നാൽ നമ്മൾ നിരാലംബരായി, നമ്മൾ മറ്റൊരാളാൽ കെയർ ചെയ്യപ്പെടേണ്ട രീതിയിലേക്ക് ആയിട്ടുള്ള മനുഷ്യരായിട്ട് മാറി. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യർ പലപ്പോഴും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നത് ഒരുപക്ഷെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്നുള്ള മനുഷ്യരായിരിക്കും. അപ്പോൾ അവരോട് നമ്മളൊന്ന് ചിരിക്കുന്നത് പോലും, അവരോട് നമ്മളൊന്ന് സംസാരിക്കുക പോലും വേണ്ട, അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ചിരിക്കുന്ന പുഞ്ചിരി പോലും ആ മനുഷ്യരുടെ മുഖത്തുണ്ടാക്കുന്ന വലിയ ചേഞ്ച്, അവരുടെ മുഖം അങ്ങോട്ട് മാറും. അപ്പോൾ അത് കാണാൻ പറ്റുക, അതിൻ്റെ ഭാഗമായിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പണം വേണം, മെഡിസിൻ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം നൽകും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും
ചെറിയ ആഡംബരത്തിനൊക്കെയുള്ള പൈസ മെഡിസിനിൽ നിന്ന് കിട്ടും, നിങ്ങൾക്ക് ഈ പ്രൊഫഷനിൽ നിന്ന് കിട്ടും. അതിനപ്പുറമാണ് എത്ര കോടികൾ കൊടുത്താലും നമുക്ക് വേറെ എവിടെ നിന്നും. നമ്മൾ സിനിമയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഇമോഷണാലിറ്റിയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുണ്ടല്ലേ. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ടൊരു സിനിമയാണ് ജയ് ഭീം എന്ന് പറയുന്നൊരു സിനിമ, സൂര്യയുടെ. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് അതിലെ പല ഭാഗങ്ങളും കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരുടെ ഉള്ളിൽ മറ്റ് മനുഷ്യരോടുള്ള താല്പര്യം, അല്ലെങ്കിൽ മറ്റ് മനുഷ്യരെ കെയർ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഭാഗം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ എവിടെയൊക്കെയോ ഉണ്ട്. അത് നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷം തരും. നമ്മൾ ഒരുപക്ഷെ എത്ര ടൂർ പോയാലും, ലോകത്തെ എത്ര വലിയ മഹാത്ഭുതങ്ങൾ കണ്ടാൽ പോലും കിട്ടാത്ത അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, കിട്ടും എന്നതാണ് നിങ്ങൾ മെഡിസിനെ, വൈദ്യശാസ്ത്രം എന്ന് പറയുന്നതിന് അതിൻ്റെ കോറിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്, wherever the art of medicine is practiced there is love towards humanity. ഒരു ഡോക്ടർ എന്ന രീതിയിൽ നോക്കിയാൽ ഞാനൊക്കെ ശരിക്കും തുടക്കക്കാരനാണ്, ഇനി ഒരുപാട് ദൂരങ്ങൾ പോകാനിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എനിക്ക് പോലും ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് വർഷമായിട്ട് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ എത്രത്തോളം ഇത്തരത്തിലുള്ള ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, എത്രത്തോളം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ അധ്യാപകരിൽ നിന്ന്, നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ അധ്യാപകരിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും കേൾക്കാറുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡോക്ടർ VP ഗംഗാധരൻ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ജീവിതമെന്ന അത്ഭുതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, ജീവിതമെന്ന അത്ഭുതം. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അനുഭവിച്ച അനുഭവങ്ങളുടെ ഒരു 1000 ഇരട്ടി അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം കടന്നുപോയ ചില അനുഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ, ഞാനൊരു അനുഭവമാണ് പറഞ്ഞതെങ്കിൽ കുറച്ചുകൂടെ വളരെ ഇൻറ്റൻസ് ആയിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്കൊരു ഡോക്ടർ ആവണമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ വന്നൊരു പുസ്തകത്തിൻ്റെ പരസ്യം പറഞ്ഞതല്ല, പക്ഷേ ഒരു അടിപൊളിയായിട്ടുള്ള ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ പറയുന്നൊരു പുസ്തകമാണിത്. പറ്റുമെങ്കിൽ ഇത് വായിച്ചോ, കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കഥകൾ, ഒരുപാട് അനുഭവങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.